ഇറാനും ഒട്ടും മോശമല്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ആക്രമണത്തിൽ പ്രധാന മുൻനിര നായകന്മാരെ എല്ലാം വധിച്ചുവെങ്കിലും ഇപ്പോഴും ശക്തമായി തന്നെ നേരിടുകയാണ് ഇറാൻ എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അമേരിക്കയിലെ ടെക്സസിലുള്ള പ്രമുഖ എണ്ണ ശുദ്ധീകരണ ശാലയായ വലേറോ റിഫൈനറിയിൽ വൻ സ്ഫോടനവും തീപിടുത്തവും. തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് പോർട്ട് അർത്തറയിലെ പ്ലാന്റിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായത്. കിലോമീറ്ററുകൾ അകലെ വരെ പ്രകമ്പനം സൃഷ്ടിച്ച സ്ഫോടനത്തിന് പിന്നാലെ പ്രദേശം കറുത്ത പുകയാൽ മൂടി. പ്ലാന്റിലെ ഇൻഡസ്ട്രിയൽ ഹീറ്ററിലുണ്ടായ തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാലും അമേരിക്ക ഇറാൻ സാഹചര്യത്തിൽ ഈ ഒരു ആക്രമണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചാരപ്പണിയാണോ ഇത് എന്ന സംശയം പോലും നിലനിൽക്കുന്നുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ജനങ്ങളോട് വീടുകളിൽ കഴിയാൻ അധികൃതർ നിർദ്ദേശം നൽകി. വിഷപ്പുക ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ ജനലുകളും വാതിലുകളും അടച്ചിടണമെന്നും പുറത്തിറങ്ങരുതെന്നും ജെഫേഴ്സൺ ക്ലൗഡി ഷെരീഫ് സെന സ്റ്റീഫൻസ് അറിയിച്ചു. നിലവിൽ ആർക്കും തന്നെ പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. പ്രതിദിനം 4.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരണം ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ്. ലോകത്തിലെ തന്നെ വമ്പൻ എണ്ണ കമ്പനികളിൽ ഒന്നായ വെലേറോയുടെ റിഫൈനറിയിൽ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് നാട് നടുക്കിയ ശബ്ദം കേട്ടത്. കിലോമീറ്ററുകൾ അകലെയുള്ള വീടുകൾ വരെ കുലുങ്ങിപ്പോയ പ്രകമ്പനമായിരുന്നു ആ സ്ഫോടനം. സ്ഫോടനത്തിൽ പിന്നാലെ റിഫൈനറിയിൽ നിന്ന് കൂറ്റൻ തീഗോളങ്ങൾ ഉയരുകയും ആകാശം മുഴുവൻ കറുത്ത പുക പടരുകയും ചെയ്തു. പുക ശ്വസിച്ച് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അധികൃതർ അടിയന്തര നിർദ്ദേശം നൽകിയത്. സംഭവ സ്ഥലത്തേക്ക് ഫയർഫോഴ്സും മറ്റ് എമർജൻസി വിഭാഗങ്ങളും കുതിച്ചെത്തിയെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്ഫോടനത്തിന്റെ കാരണം എന്താണെന്നോ ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കമ്പനിയോ പ്രാദേശിക ഭരണകൂടമോ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. എങ്കിലും റിഫൈനറിലെ ഒരു ഹീറ്റർ യൂണിറ്റിലുണ്ടായ പിഴവാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക സൂചന. സ്ഫോടനത്തിന്റെ ആഘാതം തങ്ങളുടെ വീടുകളിൽ വരെ അനുഭവപ്പെട്ടതായി പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. വാഹനങ്ങളുടെ വിൻഡോ ഗ്ലാസുകൾ വരെ വിറച്ചുപോയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സ്ഥലത്ത് വായു നിലവാരം പരിശോധിച്ചു വരികയാണ്. വിഷപ്പുക പടർന്നിട്ടുണ്ടോ എന്ന ഭീതിയിലാണ് ഇവിടത്തെ ജനങ്ങൾ. ടെക്സസിലെ മലയാളികൾ ഏറെയുള്ള മേഖല കൂടിയാണ് ഇത്. അമേരിക്കൻ മണ്ണിലെ ഒരു എണ്ണ ശുചീകരണശാലയുണ്ടായ ഈ അപകടം ലോകത്ത് എണ്ണവില ഉയരുമോ എന്ന ആശങ്കയുടെ ഘട്ടത്തിലാണ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ റിഫൈനറിലുണ്ടായ അപകടം ആഗോള എണ്ണ വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് എണ്ണവിലയിൽ ഇതിനോടകം തന്നെ 33% വർധനവുണ്ടായി. എണ്ണവില ബാരലിന് $138 കൂടുതൽ തുടർച്ചയായി 3 മാസം തുടർന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ അടുത്ത 12 മാസത്തിനുള്ളിൽ മാന്ദ്യമുണ്ടാകാനുള്ള സാധ്യത 32% ഉയരുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെ രാജ്യത്തെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇസ്രായേൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സൈനിക നീക്കങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിരുന്നു. ടെഹ്റാനിലുണ്ടായ പുതിയ സ്ഫോടനങ്ങൾ മുൻപൊരിക്കലുമില്ലാത്ത വിധം ശക്തമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഖുദ്സ് ഫോഴ്സ് ബേസ്, ഇന്റലിജൻസ് സൈറ്റുകൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൈനിക താവളങ്ങളിലാണ് ഇസ്രായേൽ പ്രധാനമായും വ്യോമാക്രമണം നടത്തിയത്. അതേസമയം തിങ്കളാഴ്ച ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ പുതിയ ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാന്റെ പവർ പ്ലാന്റുകളും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയതായി അറിയിച്ചിരുന്നു. ഈ പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്കകമാണ് ടെഹ്റാനിലുടനീളം സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി പുതിയ ആക്രമണം ആരംഭിച്ചതായി IDF പ്രഖ്യാപിച്ചത്. അതിനിടെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ സംഘർഷം വ്യാപിക്കുമ്പോഴും സമാധാനത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാവുകയാണ്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈജിപ്ത്, പാകിസ്ഥാൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവർ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ സന്ദേശങ്ങൾ കൈമാറുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഫോണിലൂടെ സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിലെ വിദേശ ഇടപെടലുകൾ തടയുമെന്നും അയൽരാജ്യങ്ങളുമായി സഹകരിച്ച് സുരക്ഷ ഉറപ്പാക്കുമെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കി. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ചതു മുതൽ ഇറാനിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 1500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി കണക്കുകൾ ഉണ്ട്. ചില മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ 3000 കടന്നിരിക്കാം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 15 പ്രവിശ്യകളിലായി 206 ആക്രമണങ്ങളാണ് രേഖപ്പെടുത്തിയത്.
ഇറാനിലെ ആക്രമണങ്ങൾക്ക് പുറമെ ലബനനിലും ഇസ്രായേൽ തങ്ങളുടെ സൈനിക നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ ലബനനിലെ ചില പ്രദേശങ്ങളുടെ പരമാധികാരം ഇസ്രായേൽ ഏറ്റെടുക്കണമെന്നും രാജ്യത്തിന്റെ പുതിയ അതിർത്തി ലിതാനി നദിയായിരിക്കണമെന്നും ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് ആവശ്യപ്പെട്ടത് മേഖലയിൽ കൂടുതൽ ആശങ്കകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകേട്ട് ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ഇറങ്ങിത്തിരിച്ചതോടുകൂടി ആഗോള സാമ്പത്തിക രംഗം തകർന്നറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഒടുവിൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്ന അവസ്ഥയിലാണ് ട്രംപ്. ഇറാനെ കുറിച്ചുള്ള കണക്കുകൂട്ടലെല്ലാം തെറ്റാവുകയും ഉണ്ടായി. ഇറാനെതിരായ ആക്രമണം തുടങ്ങുന്നതിന്റെ 48 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു യുദ്ധം ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയും അദ്ദേഹത്തിന്റെ പ്രധാന സഹായികളും ഉടൻ തന്നെ ടെഹ്റാനിലെ വസതിയിൽ യോഗം ചേരുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലൂടെ ട്രംപിനും നെതന്യാഹുവിനും നേരത്തെ അറിയാമായിരുന്നു. ഇരുവരുടെയും ഫോൺ സംഭാഷണത്തെക്കുറിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. അയത്തുള്ള അലി ഖമനയെ വധിക്കാനും 2024 ട്രംപ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ വധിക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യാനും ഇതിലും നല്ലൊരു അവസരം ലഭിക്കില്ലെന്ന് നെതന്യാഹു ഫോണിലൂടെ പറഞ്ഞു. ഫോൺ കോൾ നടക്കുമ്പോഴേക്കും ഇറാനെതിരെ സൈനിക നടപടികൾക്ക് ട്രംപ് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ എപ്പോൾ ഏത് സാഹചര്യത്തിൽ വേണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരുന്നില്ല. മേഖലയിൽ US സൈന്യം ആഴ്ചകളായി തമ്പടിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിരുന്ന ആക്രമണം മോശം കാലാവസ്ഥ കാരണം മാറ്റിവെക്കുകയായിരുന്നു. നെതന്യാഹുവിന്റെ വാദങ്ങൾ ട്രംപിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വ്യക്തമല്ലെങ്കിലും ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള അവസാന അവസരമാണെന്ന ഇന്റലിജൻസ് വിവരം നെതന്യാഹുവിന്റെ സമ്മർദ്ദമാണ് ഫെബ്രുവരി 27 ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടിക്ക് ഉത്തരവിടാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെയാണ് ആദ്യ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. അന്ന് വൈകിട്ട് ഖമനേയി കൊല്ലപ്പെട്ടതായി ട്രംപ് ഔദ്യോഗികമായി തന്നെ വിലയിരുത്തി.